ഞാനൊരു എയർ ഫ്രൈഡ് ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിക്കൻ വലിയ പീസായിട്ട് വെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അതിലേക്ക് പേസ്റ്റിന് ആവശ്യമായിട്ടുള്ള മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു കുഞ്ഞ് സവോള, പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, ജീരകം, ഉപ്പ്, പിന്നെ കുറച്ച് തൈരും കുറച്ച് നാരങ്ങയും വേണം. ഇതൊക്കെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് എണ്ണ കൂടി വേണം കേട്ടോ. അത് ബട്ടറോ നെയ്യോ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു വലിയൊരു പാത്രം എടുക്കുക. എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് നമുക്ക് അൽഫാമായിട്ടോ ടിക്കയായിട്ടോ എങ്ങനെ വേണോ കഴിക്കാം കേട്ടോ. ആ ഒരു അൽഫാമിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും. അതിപ്പോൾ നമുക്ക് എയർ ഫ്രയർ ഇല്ലെങ്കിൽ നല്ല കനലുണ്ടാക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഗ്രില്ല് പോലത്തെ സാധനം വാങ്ങാൻ കിട്ടുമല്ലോ, അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ട് കുറച്ച് സമയം സാവകാശം വേണം. അങ്ങനെ മറിച്ചിട്ട് എടുത്താൽ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയാണ്. അല്ല എങ്കിൽ കനലുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പാൻ എടുക്കുക. നോൺ സ്റ്റിക്ക് പാനിൽ ലേശം വെളിച്ചെണ്ണയോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇന്നിപ്പോൾ ഞാൻ എയർ ഫ്രൈഡിലാണ് ചെയ്യുന്നത്. ഒട്ടും പാടില്ല കേട്ടോ. ഒന്ന് ഇങ്ങനെ പറക്കി വെച്ച് കൊടുക്കുക. ഇത് അങ്ങോട്ടേക്ക് തള്ളി കയറ്റുക. ഒരു 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് പകുതി ആയ ശേഷം വീണ്ടും എടുത്തിട്ട് അപ്പുറ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. 20 മിനിറ്റ്സ് ആകുമ്പോൾ സംഭവം റെഡി. ടിക്കയായിട്ടോ അൽഫാമായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു കുഞ്ഞ് മീൻ ചട്നി കൂടി ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് ഈ എയർ ഫ്രൈഡിൽ തന്നെ ഈ ചിക്കൻ തിരിച്ചിട്ട സമയത്ത് ഒരു പകുതി സവോളയും ഒരു കുഞ്ഞു തക്കാളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് എയർ ഫ്രൈയിൽ തന്നെ വെച്ചൊന്ന് വേവിച്ചെടുത്ത് കേട്ടോ. 5 മിനിറ്റ് എടുത്തില്ല, 2-3 മിനിറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പോഴേക്കും ടൊമാറ്റോയും ഓണിയനും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം വെളുത്തുള്ളി എയർ ഫ്രൈയിൽ വെച്ചാൽ അത് തോടല്ല ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വെളുത്തുള്ളിയൊക്കെ വേറെ ആയി പോകും കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട, ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വയ്ക്കുക. ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതിന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. അതായത് നമ്മുടെ മീൻ ചട്നിക്ക് വേണ്ടിയിട്ടാണ് തക്കാളിയും സവോളയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മിൻ ലീവ്സും കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയാൽ നമ്മുടെ മീൻ ചട്നി റെഡിയാണ് കേട്ടോ. അപ്പോൾ മീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. മീൻ ചട്നിയുടെ ആയ സമയത്തേക്ക് നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കനും മീൻ ചട്നി റെഡിയായി. ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചിക്കൻ കൊതിച്ചിപ്പാറും ഉണ്ട്. ചിക്കൻ എങ്ങനെ കൊടുത്താലും കഴിക്കുന്ന ഒരു കുട്ടി, നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ കഴിക്കും കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ടാണ് ദേ ഗ്രിൽഡ് ചിക്കൻ റെഡി. വേദ കടിച്ച് വലിക്കുന്നത് നോക്കിയ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് കൊടുത്തപ്പോൾ നല്ലതായിട്ട് കുക്കായേ.